ഇത്ര നേരം നമ്മളെ റെക്കോർഡിങ് ഉണ്ടായി പോലും റെക്കോർഡിങ്ങിനകത്ത് മൈക്രോഫോൺ ഓഫായിരുന്നു ഗെയ്സ്. ഇത്ര നേരം ചുമ്മാ നടന്നായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്ത് ഗെയ്സ്. നമ്മുടെ സർവൈവൽ സീസൺ ചത്തിട്ട് ഞാനിത് കാട്ടിലൊക്കെയാണ് വന്നത്. അവിടെ നിന്നാണ് ഞാൻ വന്നത് ഗൈസ്. എത്ര ദൂരം ഞാൻ വന്നത് മറ്റേ സ്നോ ബയോമായിരുന്നു അവിടുന്ന് കടന്ന് ലാസ്റ്റ് ഇവിടെ ഗൈസ്. നൈറ്റ് കഴിഞ്ഞു ചാവും ഞാൻ ഗൈസ്. എന്തേലൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. ഇപ്പം ആകെ ഇച്ചിരി റിസോഴ്സ് നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ ഇത്ര ഫുഡ് ഗൈസ്. തിന്നേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഓടി രക്ഷപ്പെടാം. മരമൊന്നുമില്ല ഗൈസ്. മരമൊക്കെ ഇട്ട് ഗൈസ്. പെട്ടെന്നൊരു വീടുണ്ടാക്കണം നമുക്ക്. ബെഡ് പോലും ഇല്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ട. അത് ഞാൻ വന്ന് ഗൈസ്. ഓട് ഇവിടെ പങ്കിനൊക്കെ കിടക്കണ വില്ലേജ് ഗൈസ്. ഓട് വില്ലേജ്. ബ്ലാക്ക് സ്മിത്ത് ഇട്ടു. ഇപ്പം ബ്ലാക്ക് സ്മിത്തിനെ നോക്കണ്ട ഗൈസ്. എവിടെയെങ്കിലും കയറി കിടക്കാം. എല്ലാവന്മാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലു ഗൈസ്. പിന്നെ ഞാൻ വേഗം കാട്ടിലൊക്കെ കയറി കിടക്കാം. വില്ലേജർ ചമ്മിപ്പോയി. സൗണ്ടുള്ള വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് ഇത് തന്നെ ഗൈസ്. തീണ്ട വരുന്നു ഗൈസ് എൻ്റെ അടുത്തോട്ട്. നിനക്കൊക്കെ വേറെ എവിടെയെങ്കിലും വെക്കുക. വരുന്നുണ്ട്. എത്ര ബ്ലാക്ക് സ്മിത്താണോ ഇത്? ഓരോന്നിനും അങ്ങ് തുടങ്ങാം ഗൈസ്. എന്തായാലും നമുക്ക് ലക്കാന്ന് തോന്നുന്നു. അവിടുന്ന് വന്നത് രക്ഷപ്പെട്ട് ഗൈസ്. വാലടച്ച സോമ്പിയുടെ വാല വറക്കത്തില്ല ഗൈസ്. ഇതേ പേര് നെതറൈറ്റ് സോഡ്. ഡയമണ്ട് 8 എണ്ണം കിട്ടി. ഈ സാക്ക് എനിക്ക് ഇഷ്ടമല്ല. ഇത് വായിക്കുമ്പോൾ ഡയമണ്ട് 8 എണ്ണം പൊളി. ഡയമണ്ട് കിട്ടി ഗൈസ്. ഇതേട്ട അടുത്ത ബ്ലാക്ക് ഇതിനൊക്കെ കിട്ടി ഞാൻ. ഇതിനൊരു ഡയമണ്ടില്ല ഗൈസ്. ഗോൾഡ് സ്പിയർ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. സ്പിയർ എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല ഗൈസ്. പക്ഷേ അറിയാം, പക്ഷേ വലുതായിട്ട് അറിയത്തില്ല. ഞാനൊരു നൂബാണ് സ്പിയർ യൂസ് ചെയ്യുന്നതിൽ. യൂസ് ചെയ്യാൻ അറിയാം, പക്ഷേ നൂബാണ് ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് കുറേണ്ടല്ലോ ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് നെതറൈറ്റ് ഒക്കെ കിട്ടുമോ ഗൈസ്? അങ്ങനെയുള്ള സീഡൊക്കെ കണ്ടുപിടിച്ച് ഹാർഡ് കോർ കളിക്കണം കേട്ടോ. നമ്മൾ ജയിച്ച് ഗൈസ്. ഡയമണ്ട് 12 ഡയമണ്ട്. അയ്യോ പിക്കാക്സ് ഈ കിണ്ടി എന്താണെന്ന് അറിയത്തില്ല. മറ്റേ കുതിരയ്ക്ക് വെക്കുന്ന സാധനം തോന്നുന്നു ഗൈസ്. ടാക്കടാ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് ചെയ്യാണ്ട് ഗൈസ്. ഇതില്ല ഓർഡർ റെസ്പോൺസ് കിട്ടിയതല്ല. കുറേ ബ്രെഡ് കിട്ടി. 2 എമറാൾഡ് കിട്ടി. ഗൈസ് എന്തായാലും കൊള്ളാം കേട്ടോ. ഇത്താണ് നമ്മൾ എത്തിക്കുന്ന ഏരിയ പൊളിയാണ്. പക്ഷേ എന്തെങ്കിലും ഡയമണ്ട് ആർമറൊക്കെയായിരുന്നു ഗൈസ് ഇരുന്നത്. പക്ഷേ അതെല്ലാം പോയി. കൊള്ളാല്ല ഗൈസ്. ഇവിടെ കഷ്ണം വന്നു. പുള്ളി കഷ്ണം ഉണ്ടാക്കത്തില്ല എന്ന് തോന്നുന്നു ഗൈസ്. പുള്ളി ഒരു മാന്യനായിരിക്കും. നമുക്ക് നട്ടുവെച്ചിട്ട് വെക്കും. പുള്ളി വിചാരിക്കും നമ്മളെന്ത് പരിപാടി കാണിച്ചു. ഏതെങ്കിലും പെട്ടെന്ന് നാട് ഇല്ല. അയാളൊന്നും സീനാക്കും. പറഞ്ഞു കൊടുക്കില്ലടാ. എന്നിട്ടാണേ ശരിച്ചേക്കുക. ക്യാരറ്റൂടെ പെട്ടെന്നാട്. പുള്ളി വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാകും. ഗോലം കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പുള്ളി എന്തിനോ പറന്ന് വരുന്നു. അതിനടുത്തോട്ടല്ല ഞാൻ പേടിച്ച്. MLG ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താണേലും എന്താ ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് അല്ലേ ഇത്? ഇവിടെ ബ്ലാക്ക് സ്മിത്ത് അഗെയിൻ ഗൈസ്. പ്ലീസ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒബ്സിഡിയനോടെ കിട്ടിയാൽ മതി കേട്ടോ. ഒബ്സിഡിയനല്ലേ? എന്തായാലും ഫുൾ ആർമർ ആകാറായി ഗൈസ്. നമുക്കൊരു ആർമർ ക്രിയേറ്റ് ചെയ്തുകൂടെ? ആടെ ഒരു ഫുൾ ആർമർ എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. അയാളിൻ്റെ സെറ്റ്. പക്ഷെ നമ്മുടെ പഴയ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പൊളി കഴിഞ്ഞു. ഡയമണ്ട് എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ കയറിയതാണ് ഗൈസ്. അവിടെ ഒരു ടവർ പോലത്തെ വീട് കാണുന്നുണ്ട്. ഞാൻ എല്ലാ വില്ലേജിൽ പോയാലും ആ ടവർ പോലത്തെ വീടാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് ഗൈസ്. ഏബിയൽസൊക്കെ എടുക്കട്ടെ. നമ്മളെന്തെങ്കിലും ഇവിടെ തന്നെ കാണും. ഈ വീട് മറ്റേ സ്മെൽറ്ററുള്ള ഇത് മറ്റേ വീടല്ലേ ഗൈസ്.
യെസ്, അത് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്കൊരു ഞാൻ വരുന്ന വഴി അവിടെ കാണണ്ടൊരു ലാവപ്പുളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ലാവപ്പുളൻ്റെ പൊളിയാണ്. ജസ്റ്റ് 4 ബ്രെഡ് കുറേ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഇവിടെ മതി ഗൈസ്, നല്ല ഇടാം. അപ്പോൾ എവിടെയൊക്കെ സെറ്റ് ചെയ്ത് റെസ്പോൺ പോയിൻ്റ് എന്നറിയാമോ ഗൈസ്? നമുക്ക് റിസോഴ്സസ് ഉണ്ടാക്കാം. നമുക്കിനി റിസോഴ്സുകൾ ഉണ്ടാക്കണം. ഡയമണ്ടിൻ്റെ പിക്കാക്സ് മെയിനാണ്, റാക്സ് മെയിനാണ്. ശരിയാ, ഒരു സോഡും കൂടെ ഉണ്ടാക്കാം. 2 പിക്കാക്സ് ആണോ? ഒരു സോഡും കൂടെ ഉണ്ടാക്കിയാൽ പോരെ ഗൈസ്? യെസ്, ഒരു സോഡ് ഉണ്ടാക്കി ഒരു ബൂട്ട് ഉണ്ടാക്കാം ഗൈസ് ആണെങ്കിൽ. അല്ലെ ഒരു ആക്സോ പിക്കാക്സോ ഉണ്ടാക്കാം. 2 പിക്കാക്സ് ഇരിക്കട്ടെ ഗൈസ്. 2 പിക്കാക്സ് ഇരിക്കട്ടെ. അത് മതി ഗൈസ്. ഒരു പിക്കാക്സിനകത്ത് എടുത്ത് വെച്ചേക്കാം. കുറേ അയൺ പിക്കാക്സ് കിട്ടി. ഇതൊന്നും ഇനി വേണ്ട ഗൈസ്. ഇതൊക്കെ ഒരു ഡയമണ്ട് ഉണ്ട്, ഇരിക്കട്ടെ. പക്ഷെ 2 ഡയമണ്ട് വേണമായിരുന്നു ഗൈസ്. നമുക്ക് എൻജാൻറ്റുകളും ഉണ്ടാക്കായിരുന്നു. കുഴപ്പമില്ല, മൈൻഡ് ചെയ്ത് കിട്ടുമല്ലോ ഗൈസ്. ഫുഡൊക്കെ ഇഷ്ടം പോലെ, ക്യാരറ്റൊക്കെ ഇരിക്കട്ടെ. നമുക്ക് തൽക്കാലം ഡയമണ്ട് സോഡിൻ്റെ ആവശ്യമില്ല. അല്ല, ആവശ്യമുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വെച്ചേക്കാം. ഒരു ആക്സ് ഡയമണ്ട് എപ്പോഴും മറ്റേതെപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഇതായിരിക്കട്ടെ ഗൈസ്. ഇത് ഗൈസ് ഇപ്പം തന്നെ ഭയങ്കര സീനായി മാറി. എന്താ അറിയത്തില്ല. സോറി കേട്ടോ എൻ്റെ സാധനം കൊടുത്തിന്. പൊളി. നമുക്ക് കണ്ടുപിടിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ശരി, ഇതെൻ്റെ വീടാക്കി മാറ്റിയിരിക്കുന്നത് ഞാൻ സുഹൃത്തുക്കളെ. സോ അപ്പം ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. മരമൊക്കെ കെട്ടി വീടൊക്കെ വെക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഷുഗർ കെയിൻ ഗൈസ്, നമുക്ക് ഷുഗർ കെയിൻ വേണം ഗൈസ്. ഷുഗർ കെയിൻ റൂയിൻ്റെ പോർട്ടിൽ ഗൈസ്. വെള്ളത്തിനടിയിൽ റൂയിൻ്റെ പോർട്ടിൽ. കമോൺ ഗൈസ്, അതെല്ലാം നന്നായി. അല്ല ഗൈസ്, ഇതിനകത്ത് നമുക്ക് ഓക്സിജൻ കിട്ടുമല്ലോ. പൊങ്ങടെ വലിയ ചത്ത് ഞാൻ ഇവനെ അങ്ങോട്ട് പോയിട്ട് അവിടെ കളിക്കുന്നു. നീ ഇപ്പം വന്നേ ഉള്ളൂ. ഒരു ബിഗിനറാ ഒന്നുകൂടെ. അയ്യോ, ഇവന്മാർ കുറേ ഉണ്ട് കേസ്. ഇവന്മാർ കുറേ ഉണ്ട്. എന്നോട് ഹെൽത്തും കുറേ. ഇല്ല മോള് കയറും. അവന്മാർ കുറേ ഉണ്ട് കേസ്. അവിടെ കുറേ പേരുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചത്ത്. അവിടെ എത്ര എണ്ണം അവിടെ നിൽക്കുന്നതെന്നൊക്കെ താഴെ. എനിക്ക് എങ്ങനെയും അതിനകത്ത് ലൂട്ട് എടുക്കണം കേസ്. ഇപ്പം എല്ലാവരും ആസയില്ല കേസ്. നമുക്കിത് ചെയ്യാൻ പറ്റണം. അയ്യോ, ഒന്ന് കാണാതായി കേസ്. കാണാതെ ആകാശത്തോട്ട് കേസ്. ആരും വരുന്നില്ലല്ലേ. അയ്യോ, ചത്തടാ ഗൈസ്. അവിടെ ചത്ത് ഗൈസ്. എവിടെ എൻ്റെ സാധനം? എൻ്റെ പിക്കാക്സും ആർമർ പോലും കുഴപ്പമില്ല. എൻ്റെ ഡയമണ്ട് പിക്കാക്സ് നീ പറഞ്ഞല്ലോ ഒന്നുകൂടെ. എല്ലാ സാധനങ്ങളെല്ലാം എൻ്റെ ഡയമണ്ട് പിക്കാക്സ്. അയ്യോ, എൻ്റെ ഫുഡ് വേണ്ട പറന്നു എന്ന് വിളിക്കുന്നു ഗൈസ്. എൻ്റെ ഡയമണ്ട് പിക്കാക്സ് കിട്ടി. എൻ്റെ വീട്ടിലെ ഡയമണ്ട് പിക്കാക്സ് അതൊക്കെ പറന്ന് മുന്നോട്ട് പോകുന്നു. എൻ്റെ ഹോഴ്സിന് കിട്ടിയത് ഇങ്ങനെയൊക്കെ ഓക്കെ. അത് എടുക്കെടുക്ക്. ഇത് ചെന്നാൽ നമ്മൾ അവന്മാർ വരുന്നു. ഞാൻ ചെസ്റ്റിലുള്ള അത്യാവശ്യമെല്ലാം എടുത്ത് റോയിൻ്റെ ഓണ്ടർ എൻ്റെ ആർമർ അടക്കുന്നു.
അടിച്ചാൽ കൊല്ലും. പൂമാർക്ക് വെളിയെ വരാൻ പറ്റത്തില്ലല്ലേ. പക്ഷെ ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ്. ഡയമണ്ട് ആക്സ് ആണ് ഇടുന്നത്. അടികിട്ടി ഇപ്പം അവനെ അടിച്ചവാ. അവനെ കൊന്നു ഗൈസ്. അയ്യോ എൻ്റെ ആർമ കിട്ടി. ശരി, നമ്മൾ എങ്ങനെ എടുക്കും കേസ്? അയ്യോ കൊല്ലേ. കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ഒരു ദിവസം നമുക്കത് എടുക്കാം. ഈ ഷുഗർ കീൻ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ പോയായിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഷുഗർ കീൻ ഇതുപോലല്ല വേറെ രീതി കിട്ടിയാണ്. അയ്യോ അതിങ്ങതാ സാൻഡിൽ നടാൻ പറ്റത്തില്ല ഗൈസ്. നമുക്കൊരു വീടൊക്കെ പണിയണം കേട്ടോ. പക്ഷെ അതിനിപ്പോൾ എൻ്റെ സാധനങ്ങൾ ആർമർ ഫുള്ളുണ്ടല്ലോ അല്ലേ. അയ്യോ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് നഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് പോയി. എൻ്റെ അയ്യോ കുഴപ്പമില്ല ഗൈസ്. 2 ഒബ്സിഡിയൻ ഉണ്ട്. അയ്യോ വീട്ടിൽ പോട്ടെ ഗൈസ്. നമ്മുടെ വില്ലേജിൽ നിന്ന് ആദ്യത്തെ ഇട്ടിട്ട് പോയി കിടന്ന് നോക്കണം. അതൊക്കെ ചുറ്റി കളിക്കുക വെളി വരണം. നമുക്കൊരു വലിയ വീട് വേണം ഗൈസ്. അടുത്ത എപ്പിസോഡ് നമ്മൾ വീഡിയോ ഞാനിവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തത് അതൊന്നും അറിയത്തില്ല. ഞാൻ കിടന്നല്ല രാവിലെ എത്തണം. നീ കിടന്ന് ചുമ്മാ സമയം കളയും. രാവിലെ ആകത്തില്ല. വെറുതെ ഗൈസ് ഇതൊക്കെ താഴ്പ്പിച്ചത് എല്ലാം കിട്ടി. സാഡിൽ കിട്ടി. സാഡിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ലവന്മാരെ വന്നാൽ പോരെ. ഷൈനില്ല. കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ലേ? 2 കിട്ടി. 3 വേണം. അതുകൊണ്ട് ആ കുതിരയെ കൊന്നാൽ നമുക്ക് കിട്ടും. ശരി, എത്ര ഗൈസ്. അയണിൻ്റെയും കൂടെ ആവശ്യമുള്ളൂ നമുക്ക്. സോ അയണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാക്കി ആയിരുന്നു ഗൈസ്. ഞാൻ വന്നെടുത്ത് സൈഡിലായിട്ടൊരു കേവ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ